ഹലോ, ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വാഴക്കൂമ്പ്, അതായത് കുടപ്പൻ. നമ്മളിവിടെ കുടപ്പൻ എന്നാണ് പറയുന്നത്. അത് തേങ്ങയിട്ട് ഒതുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സനീസ് ഫ്ലേവർ ഹെവൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. അതിന് വേണ്ടി എടുത്തിരിക്കുന്നത് ഞാൻ ഒരു വാഴക്കൂമ്പാണ്. കുറച്ച് തേങ്ങ മതി, കാരണം മുട്ട ഇടുന്നതുകൊണ്ട് കുറച്ച് തേങ്ങ മതി. മുട്ടയില്ലാതെയും തേങ്ങ ഇട്ട് മാത്രമായിട്ടും നമുക്കിത് ഒതുക്കിയെടുക്കാം കേട്ടോ. ഒരു 8 പച്ചമുളക്, 8 ചുവന്നുള്ളി. ഇനി നമുക്ക് ആദ്യമായി തന്നെ ഈ തേങ്ങയും പച്ചമുളകും ചുവന്നുള്ളിയും കൂടി ഒതുക്കി കൊണ്ടുവരാം. ഇതെല്ലാം കൂടി നന്നായിട്ട് ഒതുക്കിയിട്ടുണ്ട്. അരക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ഒതുക്കിയെടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. മഞ്ഞൾപ്പൊടി ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. തേങ്ങ ഒന്ന് മൊരിയേണ്ട ആവശ്യമൊന്നുമില്ല. തേങ്ങ ഒന്ന് പകുതി ഒന്ന് വാടിയാൽ മതി. ഒന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന കോഴിമുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി തേങ്ങയിലേക്ക് പൊട്ടിച്ചൊഴിച്ച് വെച്ചിരിക്കുന്ന കോഴിമുട്ട ഇട്ട് കൊടുക്കാം. കോഴിമുട്ട ഇട്ട ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. ഇതിലേക്കൊരല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന കുടപ്പൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുടപ്പൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എല്ലായിടത്തും പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്യുക. അതിനുശേഷം മൂടി വെക്കാം, കാരണം ഇത് ആവിയിലാണ് വേവിക്കുന്നത്. നമ്മുടെ കുടപ്പൻ എങ്ങനെയായി നോക്കാം. എൻ്റെ കുടപ്പൻ നന്നായിട്ട് വാടിയിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു വിഭവമാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. തേങ്ങ ഇട്ട് മാത്രമായിട്ടും ഉണ്ടാക്കാം, അല്ലെങ്കിൽ തേങ്ങ ഇടാതെ കോഴിമുട്ട മാത്രമായിട്ടും ഉണ്ടാക്കി നോക്കാം കേട്ടോ. എങ്ങനെ വേണമെങ്കിലും നോക്കാം. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ.